റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. സാമൂഹിക മാറ്റത്തിന് വഴിയൊരുക്കി ഗതാഗത വകുപ്പിന്റെ പുതിയൊരു പദ്ധതി വന്നിട്ടുണ്ട്. KSRTC ഡ്രൈവിംഗ് സ്കൂളുകളിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് ഫീസ് ഇളവ്. ഡ്രൈവിംഗ് പരിശീലന ഫീസിൽ 20% കുറവ് വരുത്തിയിരിക്കുന്നത്. ആഷൻ ഡിയേഗോ, ഒരു മാറ്റത്തിന് തുടക്കമിട്ടിട്ട് കുറെ കാലമായി പല കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഈ പുതിയ പദ്ധതിയിൽ എങ്ങനെയൊക്കെയാണ് ഫീസ് ഇളവുകൾ? സുജിയ, KSRTCയിൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയൊരു മാറ്റവുമാണ്, അതിൽ ലാഭകരമായി നടക്കുന്ന ഒരു മാറ്റമാണ് KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ. ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ തന്നെ പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രി. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ട്രാൻസ്ജെൻഡറുകൾക്ക് നിലവിൽ ഇപ്പോൾ KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്നതിന്റെ ഫീസ് ഇളവ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 20% ഫീസിൽ നിന്നും ട്രാൻസ്ജെൻഡർമാർക്ക് ഇളവ് നൽകിയിട്ടുള്ളത്. നിലവിലിപ്പോൾ ആദ്യ ബാച്ചിൽ 21 ട്രാൻസ്ജെൻഡേഴ്സാണ് KSRTC ബസ്സിൽ പരിശീലനം നേടുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഗതാഗത മന്ത്രിയുടെ നേരിട്ടുള്ള ഒരു ഇടപെടൽ, ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം ട്രാൻസ്ജെൻഡർമാരെ കൂടുതൽ സമൂഹത്തിലേക്ക് എത്തിക്കുക, അവർക്ക് ഇതുവഴി KSRTCയിലെ ഡ്രൈവിംഗ് പരിശീലനം വഴി അവർക്ക് കൂടുതൽ തൊഴിലൊരുക്കുക, തൊഴിലവസരങ്ങൾ ഒരുക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് ഗതാഗത മന്ത്രിയുടെ നേരിട്ടുള്ള ഈ ഒരു ഇടപെടൽ എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഉത്തരവ് ഗതാഗത മന്ത്രി ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് തന്നെ 21ഓളം പേരാണ് ഇപ്പോൾ KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ട്രാൻസ്ജെൻഡർമാർ ഇത്തരത്തിൽ ഈ പരിശീലനം ആരംഭിക്കുകയും ചെയ്തത്. എന്തായാലും ഒരു സമൂഹത്തിന് വലിയൊരു മെസ്സേജാണ് KSRTC നൽകുന്നത്. ഇത്തരത്തിൽ ട്രാൻസ്ജെൻഡർമാർക്ക് കൂടുതൽ ഇളവുകൾ വരും ദിവസങ്ങളിലും KSRTCയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മന്ത്രിയിൽ നിന്നും അറിയാനും കഴിയുന്നത്. സുജയ.